എന്റെ അമ്മയെ നാട്ടിച്ച് കൊല്ലും ഞാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. ഞാൻ കൈ പുറകെ കെട്ടി ആദ്യം നിന്നു. ഞാൻ എന്തെങ്കിലും എന്റെ വായിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയായി. മതി, ഇത് മതി, ഇത് ധാരാളം മതി. പെണ്ണുപിടിയന്മാരെയും ആഭാസന്മാരെയും തോളിൽ കയറ്റി ഇത് വേട്ടക്കാരനോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടത്തെ UDF സ്ഥാനാർത്ഥി. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ. പക്ഷേ രമേഷ് പിഷാരടിക്കെതിരെ പോലീസിൽ പരാതി നൽകി മഹിളാ മോർച്ച. നീ ഒന്നും ചെയ്യണ്ട. പിഷാരടി സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്നുള്ളതാണ് പരാതി. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കവിത മേനോനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ല. രഞ്ജിത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വ്യക്തിപരമായ കാര്യമാണ്, അതിൽ താൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നൊരു പരാമർശം പിഷാരടി നടത്തി. ഇത് സ്ത്രീവിരുദ്ധമാണ് എന്നാണ് BJPയുടെ വാദം. നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കാര്യം. പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇത്തരം ഒരാളെ ഒരു കാരണവശാലും പൊതുരംഗത്ത് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഫീസ് പിരിക്കാൻ പുതിയ എന്തെങ്കിലും നമ്പർ ഇറക്കണം സാർ. അവിടെ എവിടെയും യാതൊരുവിധ സ്ത്രീ വിരുദ്ധതയും പറയാത്ത ഞാൻ സ്ത്രീ വിരുദ്ധത പറഞ്ഞു. അതുകൊണ്ട് അമ്മമാർ തടയുന്നു എന്ന് പറയുന്നു. ആ തടയുന്ന വീഡിയോ ശ്രദ്ധിച്ചു കണ്ടാൽ ഒരു അമ്മ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ റോഡ് അവരുടെ അല്ല മോനെ, നിങ്ങളൊന്ന് എന്റെ വീട് വരെ വരൂ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുന്നത് കാണാം. തൂക്കിയല്ലോ അതുപോലെ അമ്മയാണല്ലോ. തന്തയ്ക്ക് പറക്കാത്തത് തെറ്റൊന്നുമല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നതാണ് മഹിളാ മോർച്ച പ്രവർത്തകർ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കുരുട്ടുബുദ്ധി കാണിക്കുന്ന എഫേർട്ടിന്റെ പകുതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലിടും. അങ്ങനെയാണ് കുറച്ചും കൂടെ കളത്തി നിൽക്കാം. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.